നമ്മളൊരു 2 ദിവസമായിട്ട് കാണുന്നത് നേമം മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി CPM-ന്റെ സ്ഥാനാർത്ഥിയായ മന്ത്രി ശിവൻകുട്ടിജി ജയിക്കാൻ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെ ഓരോരോ ഉദാഹരണം നമുക്ക് കാണാൻ കിട്ടുന്നു. ഒന്ന്, രാജീവ് എന്ന പേര് ഉള്ള ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിനെ ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നു. ഓക്കെ, അതൊന്ന് ശരി. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു ലിസ്റ്റ്. ഡീറ്റെയിൽസ് ഓഫ് സ്റ്റാഫ് പോസ്റ്റഡ് ടു അസിസ്റ്റ് ദ ഇലക്ഷൻ കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർ. ഈ ലിസ്റ്റില് ഒരു 100 പേരുണ്ട്. എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. പക്ഷെ എല്ലാവരും ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഇതാണ് ഇവരെ പേടി. 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് എലക്ഷൻ വരുമ്പോ ജയിക്കാൻ ഇതാണ് അവരുടെ തന്ത്രം. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് എലക്ഷൻ ജയിക്കുക? വിവാദം സൃഷ്ടിക്കുക, നുണ പറയാ, രാജീവ് എന്നൊരു പുതിയ പേരുള്ളൊരു CPM-കാരനോട് മത്സരിപ്പിക്കാൻ പറയാ, എന്നിട്ട് ലേബർ മിനിസ്ട്രിയിൽ നിന്ന് എല്ലാവരും ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരാക്കി അപ്പോയിന്റ് ചെയ്യാം. അല്ല, ഞാൻ വിചാരിച്ചു കോൺഗ്രസ് ആണ് ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി. ഇനിയിപ്പോൾ അതിൽ കോമ്പറ്റീഷൻ കൊടുക്കുന്നത് ശിവൻകുട്ടിജാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. അല്ല, അവര് ഉയർത്തും. അത് നിങ്ങൾ എന്തിനാണ് വലിയ രീതിയിൽ ഉയർത്തുന്നത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഇതില് സത്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ആരാണ്? ഒരുമിച്ച് CPM-ഉം കോൺഗ്രസ് അല്ലേ? 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറി ഒരു ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിൽ ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാലോ. ഇവിടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം CPM ഇവിടെ നാട് നശിപ്പിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിന്റെ മൗനം എന്തുകൊണ്ടായിരുന്നു? അപ്പൊ നോക്കൂ, ഞങ്ങൾ വികസനം എന്ന് മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കാൻ കോൺഗ്രസും CPM ശ്രമിക്കുന്നു. അതിൽ മാധ്യമ സുഹൃത്തുക്കളിൽ പോയി ചാടണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ചുക്കുമില്ല. ഇത് ഇലക്ഷനാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ചർച്ച ചെയ്യേണ്ട ഒരു ഇലക്ഷനാണ്. ഈ ഡീല് ഗീല് ഗൂലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കരുതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഇവിടെ ഒരു ഡീലും ഇല്ല. ഇവിടെ നടന്നത് 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലം കുറ്റകരമായ അനാസ്ഥ, അഴിമതി, ദുർഭരണം, അനീതി ആണ് നടന്നിരിക്കുന്നത്. CPM-ഉം കോൺഗ്രസും വഴി ജനങ്ങളെ വഞ്ചിക്കുന്നത് കോൺഗ്രസും CPM-ആണ്. ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് എന്താണ് ഈ ഡീലിന്റെ ഒരു നറേറ്റീവ്? എന്തുകൊണ്ട്? എന്താണ് കാരണം? നിങ്ങളെല്ലാം ചോദിക്കണ്ടേ? ചോദിക്കൂ. അതിന്റെ ഉത്തരം, അതിന്റെ മറുപടിയാണ് ഇവർക്ക് വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, കഴിവില്ല. ഞാനും തയ്യാറാണല്ലോ. പക്ഷെ നുണ പറയാൻ പാടില്ല. അതാണ് എന്റെ കണ്ടീഷൻ. അവിടെ പോയിട്ട് കൈലി TV-ക്ക് കൊടുക്കുന്ന നുണ അവിടെ പറയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു കണ്ടീഷൻ. ഞാൻ റെഡിയാണ്. പറയൂ, വിളിക്കൂ.